രാമനയാത്രയാക്കിയിട്ടെത്തിനാൻ സുമന്ത്രനും കണ്ണീരുമൊപ്പിക്കൊണ്ടു ഗദ്ഗദ കണ്ഠനായി. മന്ത്രിയെ കണ്ട രാജൻ ചോദിച്ചു തേങ്ങലോടെ, എങ്ങിരിപ്പിപ്പോൾ എന്റെ ജീവനാം രാമൻ ചൊല്ലൂ. ത്രിജിതനായ പാപി നിർലജ്ജനിവനോട് ചൊല്ലുവാൻ എന്തെങ്കിലും ചൊല്ലിയോ എന്റെ മക്കൾ? ആ കഷ്ടം കഥനത്തിൻ കാളിമ കാർന്നിടുമ്പോൾ ചാരതു നിൽക്കേണ്ടോരെ ദൂരത്തേക്കയച്ചു ഞാൻ. സങ്കടകയങ്ങളിൽ താഴുന്ന മന്നവനോട് അത്യന്ത ഖിന്നനായി ചൊല്ലിനാൻ സുമന്ത്രരും. ആരൂഢ ശോകത്തോടെ കൗസല്യ ആക്രോശിച്ചു പൊട്ടി തകർന്നു നിന്നു കേഴുന്ന നാഥനോടായി. സ്നേഹവും വരങ്ങളും ആവോളം കൊടുത്തല്ലോ, രാജ്യവും കൊടുത്തോളൂ, ഇല്ലൊരു പരാതിയും. പാവമാമൻ മകനെ കാട്ടിലേക്കയച്ചിട്ടിന്നെന്തിനു കരയുന്നു? ഈ പാപിയെ വിഡ്ഢിയാക്കാൻ എത്രയോ കാലമായിട്ടുള്ളത്തിലൊളിപ്പിച്ചോര് ആത്മരോഷാഗ്നിയെല്ലാം കൗസല്യ വെളിവാക്കി. രോഷവും കഥനവും പകയും മുറ്റി നിൽക്കും കൗസല്യോതികൾ കേട്ടു ഖിന്നനായോതിരാജൻ. സർവവും തകർന്നിപ്പോൾ കേഴുന്ന എന്നെ നീയും പിന്നെയും ഖേദിപ്പിച്ചു സന്തോഷിക്കരുതടോ. താപത്തിൻ കയങ്ങളിൽ താണു താണു എന്റെ ജീവൻ വേർപെട്ടു പോകാറായി. കാണിക്കൂ ദയവിപ്പോൾ. മാമുനി തന്റെ ശാപം വലിക്കാൻ തുടങ്ങുന്നു. കാലമിങ്ങടുത്തല്ലോ കാലനൂർക്കെത്തിയിടുവാൻ. പണ്ടൊരു നാളിൽ ഞാനും മൃഗയാവിനോദാർദ്ധം രാവേറച്ചെന്ന നേരം കാനനം പ്രാപിച്ചല്ലോ. സാവിനി തീരത്തു ഞാൻ ശ്രദ്ധിച്ചു നിൽക്കുന്നേരം ഹസ്തി നീർ കുടിച്ചിടും ശബ്ദത്തെ കേട്ടാനല്ലോ. ഒച്ച കേട്ടാ ദിശയിലമ്പു ഞാൻ അയച്ചപ്പോൾ ചെന്നങ്ങു തറച്ചതൊരർഭകൻ തന്റെ മാറിൽ. രോദനം കേട്ട ദിക്കിലോടി ഞാൻ എത്തിയപ്പോൾ കണ്ടതോ മുനിപുത്രൻ ശ്രാവണകുമാരനെ. ഉണ്ടായ കാര്യമെല്ലാം ചൊല്ലി ഞാൻ വണങ്ങിനാൻ. സംതൃപ്തനായ ബാലൻ എന്നോടു ക്ഷമിച്ചല്ലോ. ഏവതും കർമ്മഫലം ഞാനൊരു വൈശ്യബാലൻ. ബ്രാഹ്മണ ഹത്യയ്ക്കുള്ള ദോഷവും അങ്ങേക്കില്ല. വൃദ്ധരും നന്ദരുമാം മാതാപിതാക്കൾക്കായി ദാഹജലമെടുക്കാനെത്തി ഞാൻ ഈ നദിയിൽ. ഒട്ടുമേ വൈകിടാതെ ഏകണം അവർക്കുമീ ദാഹമകറ്റാനുള്ള തണ്ണീരു മടിയാതെ. എന്നുടെ പിതാവിനു കോപമുണ്ടായിടുകിൽ തൽക്ഷണം ഭസ്മമാക്കും. സംശയം വേണ്ടതെല്ലാം. വേദനയേറെയുണ്ടീ ബാണം തറച്ച മാറിൻ. അമ്പൊന്നു വലിച്ചൂരു സ്വസ്ഥനാകട്ടെ ഞാനും. ബാണം ഞാൻ വലിച്ചൂരി അർഭകൻ സ്വർഗസ്ഥനായി. ദാഹനീരിന്റെ പാത്രം എൻ കയ്യിൽ എടുത്തു ഞാൻ.
ആദരവോടെ എത്തി മാമുനി സമക്ഷത്തിൽ യാഥാർത്ഥ്യമുണർത്തിക്കാനാവാത്ത വിഷമത്തിൽ അപ്പോഴുതെന്റെ കാതിൽ വന്നങ്ങു പതിച്ചല്ലോ സന്ത്രാസം മുറ്റി നിൽക്കും സന്താപവചസ്സുകൾ. അന്ധരും വൃദ്ധരുമാം നമ്മൾക്കു വെള്ളം തരാൻ യൗവനയുക്തനായ പുത്രനും മറന്നിതോ. മറ്റാരും ആശ്രയമായില്ലാത്ത നമ്മളുടെ നല്ലൊരു പുത്രനിന്ന് പറ്റിയതെന്താണയ്യോ. യുദ്ധം പുലമ്പും മുനിയൻ പാദധ്വനി കേൾക്കെ പുത്രനെന്നെണ്ണി എന്നോട് ഇவ்விதമുര ചെയ്തു. പുത്ര, നീ വൈകിടുവാനെന്തോന്നു മൂലം ഇന്നു വെക്കമേകീടുകൽപ്പം തണ്ണീരുമെനിക്കിപ്പോൾ. മാമുനി വാക്യം കേട്ടു സന്ത്രാസ സങ്കോചത്താൽ തപ്തനാം ഞാനും ചൊന്നാനുണ്ടായ സംഗതികൾ ആയതു കേട്ടവാറെ പുത്രന്റെ അടുത്തേക്കു തങ്ങളെ കൊണ്ടുപോണമെന്നവർ ശടിച്ചല്ലോ. അവണ്ണം പുത്രാന്തികെ എത്തിച്ചു ഞാനവരെ നല്ലൊരു ചിത കൂട്ടാൻ എന്നോട് ചൊന്നാരവർ. വഞ്ചിത കൂട്ടി ഞാനും വൃദ്ധരോ ചാടി അതിൽ പുത്രനോടൊപ്പമെത്താൻ വേറൊരു വഴിയില്ല. അന്ത്യയാത്രയ്ക്കു മുമ്പേ ശപിച്ചാൻ മുനിവര്യൻ, പുത്രശോകത്താൽ നീയും മരിക്കും നിസ്സംശയം. സത്യമായി ഭവിക്കുവാൻ പോകുന്നു മുനിശാപം. ഉൾക്കട ശോകത്തോടെ വിതുമ്പി ദശരഥൻ, മൽപുത്രാരാമ, നീയും സീതയും ലക്ഷ്മണനും ഇല്ലാത്ത നേരത്തല്ലോ എന്നോടെ അന്ത്യയാത്ര. ക്രൂരയാം കൈകേയി തൻ കുൽസിത തന്ത്രം എന്റെ ജീവിതം തുലച്ചല്ലോ, നിന്നെയും തകർത്തല്ലോ. അക്ഷരന്ധ്രത്തിൽ തന്റെ അങ്കുലി കടത്തിയെന്നെ രക്ഷിച്ചാളവൾ ഇങ്ങനെ കൊല്ലാനിപ്പോൾ. ഭാഗ്യദോഷത്തിൻ കഥയൊക്കെയുമോർത്തു രാജൻ തിങ്ങിന ശോകത്തോടെ പുൽകിനാൻ മരണത്തെ. തിങ്ങിന ശോകത്തോടെ പുൽകിനാൻ മരണത്തെ.